വാടാ, എന്തെത്ര ലേറ്റ്? ബൈക്കല്ലേ വന്ന്? ബൈക്കാ? ബൈക്കൊന്നുമില്ലടാ, ബൈക്കൊക്കെ ആരോട്ടെ. ഞാൻ നമ്മുടെ കാറല്ലേ, റോൾസ് റോയ്സ് എടുത്തിട്ടുണ്ട്. ഓ ഓ, ലാമ്പ് എന്തായപ്പോ? എടാ അത് സംഭവമില്ലേ, എടുക്കുമ്പോൾ നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് അതിന്റെ കളർ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ ഡ്രൈവറിന്റെ അടുത്ത് തന്നെ വെച്ചോന്നും തോന്നുന്നു. ഓ എടാ നീ റീസെന്റ് ആയിട്ട് കാർ വാങ്ങാൻ എന്തോ പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു, എന്തായി? ഇല്ലടാ, ആക്ച്വലി കാർ വാങ്ങിക്കാനായിരുന്നു പോയത്. പെട്ടെന്നുള്ളൊരു സെക്കൻഡ് തോട്ടിൽ ഞാൻ ജെറ്റ് വാങ്ങി, പ്രൈവറ്റ് ജെറ്റേ. ഓ എടാ, എനിക്കൊരു ചെറിയ പ്ലാൻ ഉണ്ടെന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇല്ലടാ. അതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കണം. ഇപ്പൊ ഞാൻ സ്ഥലമില്ലാന്നാ? എടാ, ഞാൻ കയ്യിൽ കുറച്ച് കാശ് വന്നപ്പോൾ ഒരു 300 ഏക്കർ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ ഒരു 3 ജെറ്റ് നിൽക്കണ്ടേ. എൻ്റെ ആകെ ഒരു ചെറിയ ജെറ്റല്ലേ, അവിടെ കൊണ്ടിട്ടോ. ഏറിയ 1 മാസം അത്രേ വെക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പുറത്ത് സ്ഥലം വാങ്ങിച്ചിട്ടാ. ഞാൻ ആക്ച്വലി മാർച്ചിലൊരു സ്ഥലം വാങ്ങാന്നാ വിചാരിച്ചു. പിന്നെ മാർച്ച് തന്നെ അങ്ങോട്ട് വാങ്ങിച്ചു. മാർച്ചാ? എൻ്റെ എല്ലാം എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. ആക്ച്വലി ഞങ്ങളുടെ ഇടയിൽ ടോക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നടാ, മാർച്ച് വാങ്ങാന്ന് പറഞ്ഞിട്ട്. എലോണോ ഒരു പിച്ച എൻ്റെ അടുത്തൊന്നും ഒന്നും പറഞ്ഞല്ലോ. ആക്ച്വലി ഞാനും പിച്ചയും കൂടെ തമ്മിലുള്ള ഒരു ചെറിയ ഡീലിംഗിൽ ഇത് ഉറപ്പിച്ചാണ്. നിങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തല്ല ഡിസ്കസ് ചെയ്യേണ്ടത്. കുഴപ്പമില്ല, ഞാൻ സുന്ദറിന്റെ സംസാരിച്ചിട്ട് നമ്മൾ ഡീലായിട്ട്. ആടാ, നീ അത് സെറ്റാക്ക്. നിനക്കറിയാലോ, കാശ് നമുക്കൊരു വിഷയമല്ല. മിസ്കോളാ? ഇന്നത്തെ കാലത്ത് ആരുടെ മിസ്കോളൊക്കെ അടിക്കും? ഫോർ ഫ്രണ്ട്സ്. आपके पास पर्याप्त बैलेंस नहीं है।